ചെന്ന് വാതിൽ തുറക്കും. സർ. സർ, അപ്പനില്ലേ? വരണം സർ. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാണ് സർ. എന്നിട്ട് എവിടെ പോയി? അറിയില്ല സർ. Come on, sir. Come on. Move. Fast. Yes. ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ റാങ്കിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. മേക്കാടൻ എനിക്ക് ഒരു സഹപ്രവർത്തകൻ മാത്രമല്ല, സുഹൃത്താണ്. ആ സ്വാതന്ത്ര്യം ഉള്ളിലുള്ളത് കൊണ്ട് ചോദിക്കുക, വേണോ നമുക്കിടയിൽ ഇതുപോലൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം? ഒഴിവാക്കിക്കൂടെ എന്റെ പിന്നാലെയുള്ള വരവ്? നോ നോ, ക്രിമിനൽസിനോട് കോംപ്രമൈസ് ഇല്ല മേക്കാടിന്. എത്ര ശ്രമിക്കേണ്ടി വന്നാലും ശരി, പിടിച്ചിരിക്കും ഞാൻ. ബാഡ് ലക്ക് മേക്കാടൻ, ഡെഡ്ലി ബാഡ് ലക്ക്. Round up. Yes, sir. You go this way. Sir. Come on, search. Sir. ആരാത്? ഏയ്, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? Search. Searching for him. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, but just missed. ഇനി അപ്പൻ വരാൻ സാധ്യതയുള്ള ഏക സ്ഥലം ഇതാണ്. അയാൾ ഇവിടെ വന്നിട്ടില്ല. അത് എനിക്കൂടെ ബോധ്യപ്പെടണമല്ലോ. മിസ്റ്റർ മേക്കാടൻ, സൂസൻ മേരി തോമസിന്റെ വാക്കുകൾ തന്നെയാണ് പ്രവൃത്തി. ഡോക്ടർ അയ്യങ്കാറിൽ നിന്ന് അപ്പനെ കുറിച്ച് മനസ്സിലാക്കിയ വിവരങ്ങൾ ഞാൻ തന്നെയല്ലേ മേക്കാടനെ അറിയിച്ചത്? സൂസൻ മേരി തോമസിന്റെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായം എനിക്കില്ല. ബട്ട് മമ്മയുടെ മനസ്സ് ഇപ്പോഴും അപ്പന്റെ കൂടെയാണ്, അല്ലേ? അതെ. എന്തായി വേണു? നോ സാർ, ഇല്ല. ഓക്കെ ഓക്കെ, ഞങ്ങൾ ഇപ്പൊ പോകുന്നു. ബട്ട് റിമെമ്പർ ദിസ്, കൊലപാതകം ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് കൊലപാതകിക്ക് അഭയം നൽകുന്നത്. നോക്കണ്ട, വൈകിയെ കൊന്നവരോട് അപ്പൻ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പേടിക്കണ്ട. വന്നത് ഉപദ്രവിക്കാനല്ല, നന്ദി അറിയിക്കാന്. ചെയ്തു തന്ന സേവനം അത്രയ്ക്ക് വലുതാണ്. ആദർശമാണ് എനിക്ക് പ്രധാനം, സൗഹൃദമല്ല. ആദർശം പറഞ്ഞു തന്നു ഡോക്ടർ ശ്രീനിവാസ് അയ്യങ്കാർ. സൂസൻ മേരി തോമസിന്റെ വാദങ്ങൾ. അഹിംസ is the best defense and the only defense, അല്ലേ? അതെ. തെറ്റ്, പരമമായ തെറ്റ്. കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോ ചോദിച്ചു വാങ്ങാൻ ജനം ആയുധം എടുത്തിറങ്ങിയാലോ എന്ന് പേടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആ നീക്കം തടയാൻ ഉപയോഗിക്കുന്ന തന്ത്രം, അത് മാത്രമാണ് അഹിംസ. അഹിംസയുടെ പേര് പറഞ്ഞ് അധികാരമേറിയ രാഷ്ട്രീയക്കാർ ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് എന്താണ് ചെയ്തത്? അഴിമതിയുടെ ദേശസാൽക്കരണമല്ലാതെ? ആയിരിക്കാം, പക്ഷെ അതിനെതിരെ പോരാടുന്നുണ്ട് ഞങ്ങളെപ്പോലെ ചിലർ. അതുകൊണ്ട് ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചു? സ്വാതന്ത്ര്യം കിട്ടി 60 വർഷമായിട്ടും വിശപ്പിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, കടത്തിൽ നിന്ന് രക്ഷ നേടിയോ ഇന്നാട്ടിലെ സാധാരണക്കാരൻ? 1-2 രൂപയല്ല, 3439 കോടി. രാഷ്ട്രീയക്കാർ പ്രതികളായ അഴിമതി കേസുകൾ അന്വേഷിക്കാനുള്ള അന്വേഷണ കമ്മീഷനുകളെ വെച്ച വകയിൽ മാത്രം ചെലവ്. എന്നിട്ടും ശിക്ഷിക്കപ്പെട്ടോ ഒരൊറ്റ രാഷ്ട്രീയക്കാരനെങ്കിലും? 125 കോടിയിൽ 7.5 കോടി. 7.5 കോടിയോളം വരും ഇവരുടെ എണ്ണം, രാഷ്ട്രീയക്കാരുടെ. വർഷം 32,000 കോടി ചെലവഴിക്കുന്നു അവരെ പരിപാലിക്കാൻ. എന്തിന്? പ്രതിപക്ഷത്തിരിക്കുമ്പോ ബന്ധും ഹർത്താലും വർഗീയ ലഹളകളും, ഭരണത്തിലേറുമ്പോ രാജ്യം വിറ്റു തൊലയ്ക്കൽ. ഒരു ആരാധനാലയം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. ജനം അതിപ്പോ തിരുത്തി പറയുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ നശിച്ചാൽ അത്രയും അഴിമതി കുറഞ്ഞു, ശല്യം കുറഞ്ഞു. നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഇതേ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലായിരുന്നു ഗാന്ധിജിയും. ഗാന്ധിജിയോട് എനിക്ക് ബഹുമാനമാണ്, ആദരവാണ്. പക്ഷെ ഗാന്ധിജി മാത്രം മതിയോ നമുക്ക്? സുഭാഷ് ചന്ദ്രബോസ് വേണം, ഭഗത് സിംഗ് വേണം, മൗലാന അബ്ദുൽ കലാം വേണം, ചന്ദ്രശേഖർ ആസാദ് വേണം, വീർ സവർക്കർ വേണം. ഏകസ്വരതയല്ല, ബഹുസ്വരത, അതാണ് വേണ്ടത്. അതാണ് വൈകിട്ടത് മാത്രമല്ല, ശിവഗംഗയിൽ നഷ്ടപ്പെട്ട 16 പേരുടെ ജീവനും ഉത്തരവാദികളായിരുന്നു എന്റെ കൈകൊണ്ട് മരിച്ച എല്ലാവരും. ഒരു ഖേദവുമില്ല എനിക്ക്. കാലത്തിന്റെ തീരുമാനം അതാണ് ഞാൻ നടപ്പിലാക്കിയത്. പേര് വെക്കാതെ സൂസന്റെ ദിശയ്ക്കടക്കം ഞാൻ അയച്ചു തന്ന സീഡികളിലെ അഴിമതി വിവരങ്ങൾ പുറത്തു വരുമ്പോഴുണ്ടാവുന്ന ജനരോഷം, അതിന്റെ മറമതിയായിരുന്നു എനിക്ക് അവരെ ഇല്ലാതാക്കാൻ.
എന്നിലേക്ക് വരുമായിരുന്ന അന്വേഷണങ്ങളെ വഴിതിരിച്ചുവിടാൻ പാകത്തിൽ ദുർഗാദാസന്റെ രൂപത്തിൽ പിന്നെയും സഹായിച്ചു എന്നെ കാലം. അഹിംസയല്ല എന്റെ തത്വശാസ്ത്രം, ഹിംസ. ഹിംസിക്കും. വൈഗയുടെ ജീവനെടുത്ത അവസാനത്തെ ആളെയും സ്റ്റീഫൻ കുര്യച്ചൻ. His time is up. സർ, ഗുഡ് മോർണിംഗ്. ആ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അറിഞ്ഞു കാണുമല്ലോ. പോലീസ് പ്രൊട്ടക്ഷൻ തരാനാണ് ഞങ്ങളുടെ തീരുമാനം. എനിക്കൊരു പ്രൊട്ടക്ഷനും വേണ്ട. ഇത് എന്റെ എസ്റ്റേറ്റാ. അതുകൊണ്ടാ എന്റെ കൂടെ ഈ വക്കച്ചനല്ലാതെ വേറെ ആരും ഇല്ലാത്തത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്റെ ചുറ്റും ഉണ്ടാവും എപ്പോഴും 100-150 പേർ, പാർട്ടി പ്രവർത്തകർ. അവര് നോക്കിക്കോളൂ ഈ ശരീരം. സാർ കരുതുന്ന പോലെ നിസ്സാരക്കാരനല്ല അപ്പൻ മേനോൻ. താൻ ഈ കൈ കണ്ടോ? ഇതുകൊണ്ടൊരെണ്ണം മനസ്സറിഞ്ഞ് പൊട്ടിച്ച പിന്നെ അവനില്ല. താൻ പറഞ്ഞ അപ്പൻ മേനോൻ. താൻ ചെല്ല്, എന്റെ ജീവൻ ഞാൻ രക്ഷിച്ചോളാം. അയാൾ അങ്ങനെയൊക്കെ പറയും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. വാ സർ. കുര്യച്ച, എന്നോട് പൊറുക്കണം. പൊറുക്കുന്നത് പ്രതിയോഗിയോട്. ശത്രുവിന്റെ വിധി മരണമാണ്. എന്റെ വൈകിയെ കൊന്ന നിനക്ക് മാപ്പില്ല. വൈകിയെ കൊന്നത് ശരിയാ, ഞങ്ങളത് ചെയ്തത്. പക്ഷെ ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കായിരുന്നു. ആര്? ആര്? കർത്താവിന് സ്തുതി. കോശിക്കും സ്തുതി. പള്ളിയും പട്ടക്കാരും അജഗണങ്ങളും അൽമായരും പിന്നെ കർത്താവിനെ മാർക്കറ്റ് ചെയ്ത് വാരിക്കൂട്ടിയ സ്വത്തും സ്ഥാപനങ്ങളും ട്രസ്റ്റുകളും ഒക്കെ കൃത്യമായിട്ട് അങ്ങ് വീതിച്ചെടുക്കാൻ പാകത്തിൽ ഒരു മാന്ത്രിക ഫോർമുല ഉണ്ടാക്കിയ ഈ പാവം ബഹിരാഷ്ട്ര ബിസിനസ്സുകാരനല്ലേ തിരുമേനി ആദ്യം സ്തുതി പറയേണ്ടത്? വാസ്തവം കോശിക്ക് തന്നെ അത് പറയേണ്ടത്. കോശിയല്ല, കോശി എബ്രഹാം കോശി. സത്യക്രിസ്ത്യാനിയാണെങ്കിലും സംഖ്യാജ്യോതിഷത്തിൽ കുറച്ചേറെ വിശ്വാസമുണ്ട് തിരുമേനി എനിക്ക്. മറ്റുള്ളവർ, അത് നിങ്ങളായാലും അവരായാലും ആരായാലും, മുഴുവൻ പേരിൽ വിളിക്കുന്നതായി എനിക്ക് രാശി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. ആ പിന്നെ പ്രസ് ക്ലബിൽ പത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പറയണോ അവരോട്? വിവിധ ജാതി മതങ്ങളിൽപ്പെട്ട കർത്തയും നമ്പ്യാരും സാഹിബും ഗുരുയച്ചനും കൂടി സെറ്റിൽ ചെയ്തു പള്ളിത്തർക്കോന്ന്. കിടക്കട്ടെ, അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലും ചരിത്രത്തിന്റെ വകയൊരു കയ്യൊപ്പ്. ആയിക്കോട്ടെ. ഈശോ വിശേഷ സ്തുതിയായിരിക്കും.
കോശിച്ചായനെ സമ്മതിക്കണം. കോശി എബ്രഹാം കോശിച്ചായനെ സമ്മതിക്കണം. സർക്കാരിനും കോടതിക്കും കഴിയാത്തത് കോശിക്ക് കഴിയും. ഈ കോശി എബ്രഹാം കോശിക്ക് കഴിയും. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ശിവഗംഗ, അവിടെ ഞാൻ ആഗ്രഹിച്ച രീതിയിലല്ല കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. വരദരാജ ചെട്ടിയാർ, ബാലസിംഗം, കൃഷ്ണമൂർത്തി കാർ ഫാക്ടറി പണിയാൻ ശിവഗംഗയെ കുടിയൊഴിപ്പിച്ച് എനിക്ക് തരാമെന്ന് ഏറ്റിരുന്ന പാണ്ടിനാട്ടിൽ എന്റെ ലെഫ്റ്റനൻസ് അവരിന്നകത്താ. കാരണം അവൻ അപ്പൻ മേനോൻ. നമ്പ്യാരെ, നിങ്ങൾ പോണോ അവനെ കാണാൻ? എന്നിട്ടൊരു ഫോർമുല ഉണ്ടാക്കണം, ഒത്തുതീർപ്പിന്റെ ഫോർമുല. സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിപ്പിക്കണം. അറിയാലോ, ഈ കോശി ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയമേ എവിടെയും കളിച്ചിട്ടുള്ളൂ. ഒത്തുതീർപ്പില്ലാത്തത് കോശി എബ്രഹാം കോശിച്ചായനോട് എതിർക്കുന്നവരോട് മാത്രം. അതെ, ശിവഗംഗ മാത്രമല്ല, ഒരുപാട് ഗ്രാമങ്ങൾ വേറെയും കണ്ണുപറ്റിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭൂപടത്തിൽ 50 കോടി ജനങ്ങളുടെ ഒരു ഇന്ത്യ, കാശുകാരന്റെ ഇന്ത്യ, സമ്പന്ന ഇന്ത്യ, രാജ്യാന്തര കോക്ടെയിൽ പാർട്ടികളെ വിദേശികൾക്കെന്നും പൂവർ ഇന്ത്യ എന്ന് പുച്ഛിക്കാൻ പാകത്തിൽ പന്നി പെറ്റ് പെരുകുന്ന പോലെ പെരുകി പെരുകി നമ്മുടെ രാജ്യത്തിന്റെ വികസന കുതിപ്പിനെ തടയിടുന്ന ബാക്കി ജനമുണ്ടല്ലോ, ബിലോ പോവർട്ടി ലൈനിന്റെ മേൽക്കൂരയ്ക്കും താഴെ താമസിക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഇത്തിൽ കണ്ണികളായ ദരിദ്രജനം, അവര് പോണം. അത് പ്രകൃതി കൊണ്ടുപോയാലും ശരി, നമ്മൾ കൊണ്ടുപോയാലും ശരി, പോണം. കോശിയുടെ തേരോട്ടം തുടങ്ങുന്നതേ ഉള്ളൂ കർത്താ ശിവഗംഗയിൽ. ഗണപതിക്ക് വെച്ചത് തന്നെ കാക്കയ്ക്ക്. അങ്ങനെ ശുഭമില്ലാത്ത സംഭവിക്കാൻ പാടില്ല. അതും പറയണം അപ്പനോട്. എന്നിട്ടും വഴങ്ങിയില്ലെങ്കിൽ സംസ്കരിക്കണം അവന്റെ ഇഷ്ടങ്ങളെ. നോക്കണ്ട സാർ, നല്ല ബലത്തിൽ തന്നെയാ കെട്ടിയിരിക്കുന്നത്. 24 മണിക്കൂർ കറണ്ട് പാസ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രാഹുകാലം കഴിഞ്ഞാൽ അതിന്റെ ഉദ്ഘാടനം നടക്കും. ഞങ്ങൾ അത് നടത്തിയിരിക്കും. പിന്നെ നാട്ടുകാരെ വന്ന് വിളിക്കൊന്നും പേടിക്കുകയും വേണ്ട. സിംഗൂർ, നന്ദിഗ്രാം, ഏറ്റവും ഒടുവിൽ ശിവഗംഗ. അവിടെയൊക്കെ ജനങ്ങളിൽ നിന്നുണ്ടായ തിരിച്ചടി ഇവിടെ സംഭവിക്കരുതെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. അതുകൊണ്ടാ മണൽ ഖനനം തുടങ്ങും മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിച്ചത്. ഞങ്ങൾ എന്നും ഉണ്ടാവും ഒപ്പം. ഈ സ്ഥലം ഇതെന്നെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ബിസിനസ് സൈറ്റ് മാത്രമല്ല. ഇവിടെ വെച്ചാ പണ്ടെന്റെ അപ്പച്ചനെ ഗുണ്ടകൾ കുത്തിവീഴ്ത്തിയത്. അന്ന് ഞാൻ ചെറുതാ. മരിച്ചു കിടന്ന അപ്പച്ചന്റെ ശരീരം കെട്ടിപ്പിടിച്ച് കരയുമ്പോ അറിയില്ലായിരുന്നു എനിക്ക് ഈ കടൽ തീരം മുഴുവൻ സ്വന്തമാക്കാൻ പാകത്തിൽ ഞാൻ വളർന്നു വലുതാകുമെന്ന്. ഇന്നാ എന്റെ അപ്പച്ചന്റെ ഓർമ്മ ദിവസം. അതുകൊണ്ടാ തിരക്കുകൾ ഒരുപാടുണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് ഞാൻ വന്നത്. നിങ്ങൾ ചെന്നോളൂ, രാഹുകാലം കഴിയാൻ നേരമായി. ശരി സാർ. ശരി സാർ. ശരി സാർ. എന്താ മക്കളെ, സഹായത്തിന് വന്നതാണെങ്കിൽ മടിക്കണ്ട, ചോദിച്ചോളൂ. ഇന്ന് എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്താ വേണ്ടത് പറഞ്ഞോളൂ. அப்பா வேணும். எங்களுக்கு எங்க அப்பா தான் வேணும். മനസ്സിലായില്ല. நீங்க கொலை பண்ணீங்களா எங்க அப்பாவை, அவங்க தான் வேணும். നിങ്ങൾ എവിടുന്നാ? ശിവഗംഗ, ശിവഗംഗ, ശിവഗംഗ. ഓർക്കുന്നില്ലേ നീ ശിവഗംഗയെ? കാർ ഫാക്ടറി പണിയാൻ നീ കുരുതിക്കളമാക്കിയ ശിവഗംഗ അവിടുത്തെ കുട്ടികളായിരുന്നു. ഇന്നത്തെ ദിവസം ആരെന്ത് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറല്ലേ നീ? കൊടുക്ക്, തിരിച്ചു കൊടുക്ക് ഇവരുടെ അച്ഛന്മാരെ. എനിക്കും വേണം എന്റെ പാവം വൈകെ. പറ്റുമോ? തിരിച്ചു തരാൻ പറ്റുമോ നിനക്ക്? കോശി,
ഭൂമിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന നീരാവിയെല്ലാം ഒരു ദിവസം സംഘടിച്ച് പേമാരിയായി പെയ്യുമെന്ന് കേട്ടിട്ടില്ലേ നീ? നിന്റെ കാര്യത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. നിന്റെ കാലം അതിവിടെ തീരുന്നു. Your time is up. എന്റെ കാലം അത് കുറിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ലപ്പൻ. പക്ഷെ നിന്റെ കാലം അത് തീരുമാനിക്കാൻ കഴിയും ഈ കോശി എബ്രഹാം കോശിക്ക്. നിന്റെ വൈകയുടെ കാലം കുറിച്ചതുപോലെ, ഇവരുടെയൊക്കെ തന്തമാരുടെ കാലം കുറിച്ചതുപോലെ, പിന്നെ നിനക്കറിയാത്ത ഒരുപാട് പേരുടെ കാലം കുറിച്ചതുപോലെ എനിക്കത് സാധിക്കും. Now your time is up. പിഴയ്ക്കാത്തതൊന്നേ ഉള്ളൂ, കാലം. ഇനി നിനക്ക് നിന്റെ യാത്ര ആരംഭിക്കാം. മറ്റൊരു കാലത്തിലേക്കുള്ള യാത്ര, മരണയാത്ര. ഇതോടെല്ലാം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഗവർണർ അനുവദിച്ച ഇളവോടെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞാൻ കണ്ടത് പുതിയൊരു കാലത്തിന്റെ പിറവിയായിരുന്നു. അഴിമതിക്കാരെ തൂക്കിലേറ്റുക. അഹിംസയല്ല ഓർത്തോളൂ. ഹിംസയാണ് ഇനി ശിക്ഷാമാർഗം. അഴിമതിക്കാരെ രാഷ്ട്രീയക്കാർക്ക് വക്കച്ചന്റെ ഗതി. ഹിംസയുടെ നയങ്ങൾ വിജയിക്കട്ടെ. രാജ്യം തുലയട്ടെ. As you kill, you'll be killed. ഇതൊരു പ്രാർത്ഥനയാണ്.